അപ്പൊ തുടങ്ങാം. ഇത് കെ സുധാകരൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇതപര്യന്തമായി ആദ്യം നടത്തുന്ന ഒരു പരാമർശമല്ലല്ലോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ല, മുഖത്ത് എന്തൊരു വിഷമമുള്ള ചെത്തുകാരന്റെ മോൻ എന്നടക്കം ജാതീയ സ്വഭാവത്തിലുള്ള എത്ര പരാമർശങ്ങൾ നടത്തി. അത് കഷ്ടായി പോയല്ലോ. മുഖ്യമന്ത്രിയെ ഇങ്ങനെ നേരിട്ട് വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിലൂടെ കെ സുധാകരന്റെയും വി ഡി സതീശന്റെയും ഫ്രസ്ട്രേഷൻ ആണോ? മനസ്സിലാക്കി തരാം. എന്റെയോ UDF-ന്റെ ഫ്രസ്ട്രേഷൻ അടക്കാനല്ലോ ഹാഷ്മി ഇരിക്കുന്നത്. ഞാൻ താങ്കളുടെ ടൈറ്റിൽ കാർഡ് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഉണ്ടാകില്ല എന്ന് ഉറപ്പെനിക്കുണ്ട്. MM മണിയുടെ പടം വെച്ചിട്ട് താങ്കൾ ടൈറ്റിൽ കാർഡ് അടിക്കുക. എത്ര അധമമായ വാക്ക്, എത്ര അധമമായ സംസ്കാരം. ബുദ്ധിക്കൊരു 5 പൈസ കുറവുള്ള ആളാ അയാൾ. എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. പെമ്പളൂരുമയിലെ സമര നേതാക്കന്മാർ കുറ്റിക്കാട്ടിൽ മറ്റേ പണിക്ക് പോയി എന്ന് കേരളത്തിലെ വേറെ ഏതെങ്കിലും നേതാവ് പറഞ്ഞിട്ടുണ്ടോ? അത് ഇങ്ങനൊരു ആറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അദ്ദേഹം എന്തു പറയുമ്പോഴും നിങ്ങൾക്ക് മണി ആശാനാകുന്നത് എന്താ? അപ്പൊ നിങ്ങളുടെയൊക്കെ എടുത്തിരുത്തിയ സംസ്കാരം മണിയുടേതായതുകൊണ്ടാണോ നിങ്ങളൊക്കെ അദ്ദേഹത്തെ മണിയാശാൻ എന്നൊരു ടാഗ് ലൈനിൽ അദ്ദേഹത്തെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ? ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബധിരനും മൂകനുമാണ്. രൂക്ഷമായ സ്ത്രീ വിരുദ്ധത പറഞ്ഞിട്ട് എന്താ താങ്കളുടെ മാധ്യമ സംസ്കാരം ഇങ്ങനെ നുരഞ്ഞു പൊന്താത്തത് എന്താ ശ്രീ ഹാഷ്മി? അല്ല, അത് പിന്നെ എന്ത് വിഷമമുണ്ടല്ലേ? അത് MM മണിക്ക് മാത്രം നിങ്ങൾ ഇത്ര വലിയ ലൈസൻസ് കൊടുക്കാനായിട്ടുള്ള കാരണം എന്താ? ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ മുഖത്ത് വെച്ചിരിക്കുന്ന മുഖത്ത് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണാടി എടുത്ത് മാറ്റണം. ഓഹോ, അപ്പൊ എല്ലാരും ഒരു ഗ്രൂപ്പാണല്ലേ? തൻ്റെ മുമ്പിൽ മുഖക്കണ്ണാടി ഇരിക്കുന്നതുകൊണ്ട് അദ്ദേഹം തൻ്റെ തന്നെ രൂപം കണ്ടിട്ട് ചില വാക്കുകൾ ഇങ്ങോട്ട് പറഞ്ഞു. കിളവന്റെ മുട ഞാൻ തീർത്തു കൊടുക്കാം. കണ്ണാടിയിൽ നോക്കി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണെന്നാ താങ്കൾ പറയുന്നത്. ഇനി കൊരക്കണ്ടെന്ന് ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ശീലം താങ്കൾക്കായിരിക്കും. താങ്കൾക്ക് തുടലുണ്ടാകും, താങ്കൾ ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ടാകും. ഇവിടെ നിങ്ങളുടെ കൊരയും ഈ പ്രയോഗം നിങ്ങളുടെ കണ്ണാടിയിൽ നിങ്ങളൊക്കെ നടത്തിയാൽ മതി, നിങ്ങളുടെ കളരിയിലൊക്കെ നടത്തിയാൽ മതി. ഇതൊന്നും ഇവിടെ ചെലവാകത്തില്ല. എന്നെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്തേ. എന്റെ ശരീരം ഇളക്കണ്ടെന്ന് പറഞ്ഞോക്കൂ. അങ്ങനെ CPM-കാരൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ഇവിടെ നിന്ന് കേട്ടോണ്ടിരിക്കാനായിട്ട് AKG ശവന്ത്രയിൽ നിന്ന് ശമ്പളം പറ്റുന്ന ആളല്ല ഞാൻ. നിന്നെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. ഞങ്ങൾ പട്ടിക്ക് കൊടുക്കാനുള്ള ബിസ്ക്കറ്റ് AK സെന്ററിൽ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് അത്തരം ചർച്ചകൾ ഇങ്ങോട്ട് താങ്കൾ ഞാൻ ബിസ്ക്കറ്റ് ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തതാ? പിണറായി വിജയൻ ഇതേ ഭാഷയിലായിരിക്കും അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. ആ ഭാഷയിൽ വേറെ ആളുകളോട് സംസാരിക്കാറുണ്ട. ഇങ്ങനൊന്നും ചെയ്യില്ല. പട്ടിയെ തല്ലും പോലെ അല്ലേ എന്നെ അവര് തല്ലിയത്? പട്ടിയാണെന്നാണല്ലോ അവര് വിചാരിച്ചത്. അപ്പൊ അങ്ങനെയല്ലേ തല്ലു?